ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ നല്ല കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പാരാൻ മരുഭൂമിയിൽ പാർത്ത വില്ലാളി ആര്? ഇസ്മായേൽ ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഹാഗാർ മകനു വേണ്ടി ഭാര്യയെ എടുത്തത് എവിടെ നിന്ന്? മിസ്രയീം ദേശത്ത് നിന്നായിരുന്നു. അബിമേലെക്കിൻ്റെ സേനാപതിയുടെ പേരെന്ത്? ഫീക്കോൽ എന്നായിരുന്നു. അബ്രഹാം അബിമേലെക്കിനെ ഭത്സിച്ചത് എന്തിന്? ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം. അബ്രഹാം ആടുമാടുകളെ കൊടുത്തത് ആർക്ക്? അബിമേലെക്കിനായിരുന്നു. അബ്രഹാം ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്തത്? അബിമേലെക്കുമായിട്ടായിരുന്നു. അബ്രഹാം കിണർ കുഴിച്ചതിന് സാക്ഷിയായി അബിമേലെക്കിന് കൊടുത്തത് എന്ത്? 7 പെണ്ണാട്ടിൻ കുട്ടികളെ. അബ്രഹാമും അബിമേലെക്കും തമ്മിൽ സത്യം ചെയ്ത ദേശത്തിന് കൊടുത്ത പേര് ബേർശേബ. അബ്രഹാം ബേർശേബയിൽ നട്ട വൃക്ഷം ഏത്? പിച്ചില വൃക്ഷം ആയിരുന്നു. പഴയ നിയമകാലത്ത് പുണ്യവൃക്ഷമായി കരുതിയിരുന്ന വൃക്ഷം പിച്ചില വൃക്ഷം ആയിരുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് എവിടെ? മോറിയ മലയിൽ ആയിരുന്നു. എത്രാം ദിവസമാണ് അബ്രഹാം മോറിയ ദേശം കണ്ടത്? 3-ാം ദിവസമായിരുന്നു. ഹോമയാഗത്തിനുള്ള വിറക് ചുമന്നത് ആര്? ഇസഹാക്കായിരുന്നു. ദൈവം ആവർത്തിച്ചു വിളിച്ച ആദ്യ വ്യക്തി അബ്രഹാം ആയിരുന്നു. ഞാൻ ഊസ്, എൻ്റെ അനുജൻ ബൂസ്, ഞങ്ങളുടെ അപ്പൻ ആര്? നാഹോർ ആയിരുന്നു. ഇസഹാക്കിന് യാഗം കഴിക്കുവാൻ ഒരുങ്ങിയ സ്ഥലത്തിന് അബ്രഹാം ഇട്ട പേരെന്ത്? യഹോവ ഈരെ. നാഹോറിൻ്റെ ആദിജാതൻ ആര്? ഊസ് ആയിരുന്നു. ബെതുവേലിൻ്റെ മകൾ റിബേക്കയായിരുന്നു ബെതുവേലിൻ്റെ മകൾ. സാറയുടെ ആയുഷ്കാലം എത്ര? 127 സംവത്സരം ആയിരുന്നു. സാറ മരിച്ച സ്ഥലം കിര്യത്തർബയിൽ വെച്ചാണ് സാറ മരിച്ചത്. ഭാര്യയെക്കുറിച്ച് വിലപിച്ച പൂർവ്വപിതാവ് ആര്? അബ്രഹാം ആയിരുന്നു. ഹെബ്രോൻ്റെ മറുപേരെന്ത്? ഹെബ്രോൻ്റെ മറുപേര് കിര്യത്തർബ എന്നായിരുന്നു. സ്വന്തം ബലിക്ക് വിറക് ചുമന്നവൻ ആര്? ഇസഹാക്കായിരുന്നു. വെറുതെ തരാമെന്ന് പറഞ്ഞത് വില കൊടുത്തു വാങ്ങിയ പ്രവാചകൻ ആര്? അബ്രഹാം ആയിരുന്നു. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു ആരോട് പറഞ്ഞു? ഹിത്യർ അബ്രഹാമിനോട് പറഞ്ഞതാണ് ഇങ്ങനെ. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ഹിത്യരുടെ നഗരാധിപതി ആര്? രണ്ടാമത്തെ ചോദ്യം, ശ്മശാനഭൂമി വിലയ്ക്ക് വാങ്ങിയതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ വ്യക്തി ആര്?
അടുത്ത ചോദ്യം, സാറയെ അടക്കം ചെയ്യുവാൻ ആരോടാണ് ഭൂമി വിലയ്ക്ക് വാങ്ങിയത്? അടുത്ത ചോദ്യം, മക്പേല നിലത്തിൻ്റെ വിലയായി അബ്രഹാം എഫ്രോന് കൊടുത്തതെന്ത്? അബ്രഹാം സാറയെ അടക്കം ചെയ്ത ഗുഹയുടെ പേരെന്ത്? മണി എക്സ്ചേഞ്ച് നടത്തിയ ആദ്യ വ്യക്തി ആര്? ഒരപ്പനും മകനും ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു നുണ പറഞ്ഞു. അപ്പനും മകനും ആരെല്ലാം? അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ ദാസനായ എലയാസർ സത്യം ചെയ്തത് എങ്ങനെ? റെബേക്കയുടെ ജന്മദേശം എവിടെ? അടുത്ത ചോദ്യം, നാഹോരിൻ്റെ പട്ടണം എവിടെ? നാഹോരിൻ്റെ പട്ടണം എവിടെ? യജമാനൻ്റെ പുത്രന് ഭാര്യയെ കിട്ടുവാൻ പ്രാർത്ഥിച്ചത് ആര്? ഭാര്യ അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. ആര്? അടുത്ത ചോദ്യം, ഒട്ടകങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം കോരിക്കൊടുത്ത സ്ത്രീ ആര്? അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ ദാസൻ റിബേക്കയ്ക്ക് കൊടുത്ത 2 പൊൻവളകളുടെ തൂക്കം എത്ര? അടുത്ത ചോദ്യം, ഒട്ടകമുണ്ടായിരുന്ന ആദ്യ വ്യക്തി ആര്? ഒട്ടകമുണ്ടായിരുന്ന ആദ്യ വ്യക്തി ആര്? ഭാര്യയെ കിട്ടിയപ്പോൾ അമ്മയുടെ മരണദുഃഖം മാറിയ വ്യക്തി ആര്? റിബേക്കയുടെ പിതാവിൻ്റെ പേരെന്ത്? റിബേക്കയുടെ സഹോദരൻ്റെ പേരെന്ത്? ഈ കാര്യം യഹോവയാൽ വരുന്നു. ആരാണ് പറഞ്ഞത്? അടുത്ത ചോദ്യം, ലാബാനും റിബേക്കയുടെ അമ്മയ്ക്കും എന്താണ് എലയാസർ നൽകിയത്? ഇന്നത്തെ ചോദ്യം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.